ഓ, അപ്പൊ അമ്മയ്ക്ക് ഞാനും ശ്യാമയും പറയുന്ന വിശ്വാസമില്ല അല്ലേ? ദേ, അമ്മയുടെ ഏറ്റവും ഇളയ മോൻ ഞാനാ. അമ്മ എന്നെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്, അഭിമാനത്തോടെ പറയുന്ന വാചകം. അഖിമോൻ ഒരിക്കലും കള്ളം പറയില്ലെന്ന്. ആ അഖിമോനെ അമ്മയ്ക്കിപ്പോ വിശ്വാസമില്ല അല്ലേ? കൊള്ളാമേ, കൊള്ളാം, നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. അല്ല മോനെ അഖി, അമ്മ പറഞ്ഞെന്താന്ന് വെച്ചാ? വേണ്ട വേണ്ട, അമ്മ ഇനി ഒരു ന്യായീകരണവും പറയണ്ട. രണ്ട് സംശയം നിങ്ങൾക്ക്. ഒന്ന്, ഞങ്ങൾ വിസ്മയെ ഈ മുറിയിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. മറ്റൊന്ന്, ശ്യാമ മൊബൈലില് ആ പാട്ട് കേട്ടിട്ടില്ലെന്ന്. രണ്ടും തെറ്റാണെന്ന് ഞാനിപ്പോ തെളിയിച്ചു തരാം. നിങ്ങളെല്ലാരും അകത്ത് കയറി സെർച്ച് ചെയ്യും, അകത്ത് കയറി നോക്കണം. വിസ്മയ അവിടെ ഉണ്ടോ നോക്ക്. ചെന്ന് നേരിട്ട് പരിശോധിക്കണം. അമ്മ തന്നെ ആദ്യം കേറ്. അമ്മയുടെ മോനെ ആദ്യം സംശയിച്ചത് അമ്മയല്ലേ? അമ്മ തന്നെ കേറ്. ഐശ്വര്യത്തി എന്നാ കയറി നോക്ക്. ഏയ് വേണ്ട അമ്മേ, നമുക്ക് അകത്ത് കയറി നോക്കാം. ഏയ് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ മോൻ ഈ രീതിയിൽ കള്ളമൊന്നും ചെയ്യില്ല. അവൻ എന്റെ മോനാ. അമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വേണ്ടാന്ന് പറഞ്ഞില്ലേ ഐശ്വര്യ? ശരി, മുറിയിൽ നോക്കണ്ട. എന്തായാലും വിസ്മയ പാടിയ പാട്ട് മൊബൈലിൽ അമ്മ കേൾക്കണം. ലോകത്ത് മറ്റാരും എന്നെ കള്ളന്ന് വിളിച്ച എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അമ്മ എന്നെ കള്ളന്ന് വിളിച്ച എനിക്ക് സഹിക്കാൻ പറ്റില്ല. പോട്ടെ അമ്മേ, മൊബൈൽ പിടിക്കേ. ഇനി വിസ്മയ ലൈറ്റ് സോങ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ആ പാട്ട് കേൾക്കുമെന്ന് നോക്കണം. എനിക്ക് സംശയമില്ല. ഇല്ല, അത് സെർച്ച് ചെയ്തേ പറ്റൂ. മക്കളുടെ ഒരു ആഗ്രഹമല്ലേ, അതങ്ങ് സാധിച്ചു കൊടുത്തേക്ക്. ആ പാട്ട് കേക്കണം. എന്റെ മോനെ എനിക്കറിയാം, അവൻ കള്ളമൊന്നും ചെയ്യില്ല. ഓ, ദേ പിടിച്ചേ. അപ്പച്ചി, ഐശ്വര്യ നമുക്ക് പോവാം. വന്നേ ഐശ്വര്യ, വാ. അപ്പച്ചി വന്നേ. എന്നാലും എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എന്തെന്നാലും ഒന്നുമില്ല, വന്നേ, വാ. ഈശ്വരാ, പിടിച്ചോന്ന് തന്നെയാ ഞാൻ കരുതിയത്. എന്ത് ധൈര്യത്തില സാറ് ഫോണ് കൊടുത്തേ? എന്റെ അമ്മയെ എനിക്ക് നന്നായിട്ട് അറിയാം. ആ ധൈര്യത്തിൽ തന്നെയാ. എടി ഭയങ്കരി, എന്നെ കൊണ്ട് പാട്ട് പഠിച്ചിട്ട് അവരോട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയല്ലേ? സോറി ഇളയമ്മേ, ഞാൻ ആരോടും പറയില്ല. പക്ഷേ എനിക്ക് മാത്രമായിട്ട് ഇളയമ്മ ഇടയ്ക്കൊക്കെ പാട്ട് പാടി തരണം. അല്ലേ ഇളയമ്മേ? ആ പാട്ട് എല്ലാവരും കേട്ടാ എന്താ? നല്ല പാട്ടല്ലേ? ഇത്രയും നല്ല പാട്ട് ഞാൻ വേറെ കേട്ടിട്ടില്ല. ഇളയമ്മയുടെ പാട്ടേ ലോകം മുഴുവൻ കേൾക്കുന്ന ഒരു ദിവസം വരും. അന്ന് മതി എല്ലാരും കേൾക്കുന്നത്. ഓക്കെ, മോള് പൊയ്ക്കോ. ജഗനങ്ങളെ, ഇന്ന് കമ്പനി വിസിറ്റിങ്ങിന് പോകുമെന്ന് പറഞ്ഞിരുന്നല്ലോ, പോയില്ലേ? എന്തായി കാര്യങ്ങള്? ജഗനങ്ങളെ, നമുക്ക് നേരിട്ട് കാണാം. നേരിട്ട് കണ്ട് സംസാരിക്കാം. കുറെ കാര്യങ്ങള് പറയാനുണ്ട്. എത്രയും പെട്ടെന്ന് തമ്മി കണ്ട് കുറെ തീരുമാനങ്ങൾ എടുക്കണം. ഇവിടെ നിന്ന് ഇപ്പൊ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റില്ല. ശരി, അപ്പോ നാളെ മീറ്റ് ചെയ്യാം. കാര്യങ്ങള് നമുക്ക് നാളെ തീരുമാനിക്കാം.
ആദ്യേട്ടാ, ഉം. എന്നോട് സ്നേഹമുണ്ടോ? അമൃതേ, എനിക്ക് നിന്നോട് മാത്രമേ സ്നേഹമുള്ളൂ. എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല ആദ്യേട്ടാ. എത്ര സന്തോഷമായിട്ടായിരുന്നു നമ്മൾ ജീവിച്ചത്. സമാധാനമുള്ളൊരു ജീവിതം. ഈ കൂട്ടുകുടുംബത്തിൽ നമുക്ക് നമ്മുടേതായൊരു ലോകം ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ അമൃതേ. നിന്റെ മനസ്സ് ഓരോ കാര്യങ്ങളും സങ്കല്പിച്ചുണ്ടാക്കുന്നതാ. അങ്ങനെ പറയല്ലേ ആദ്യേട്ടാ. ഞാനൊന്നും സങ്കല്പിച്ച് പറയുന്നതല്ല. നീ ഇവിടെ വന്നിരുന്നേ. ആദ്യേട്ടാ, ആദ്യന്റെ മടിയില് തല വെച്ച് ഞാനൊന്ന് കിടന്നോട്ടെ. അമൃത, എന്തിനാ അനുവാദം ചോദിക്കുന്നത്? ആദ്യേട്ടാ. എന്താ? ആദ്യേട്ടാ, എനിക്കെന്നല്ല, ലോകത്തിലെ ഏത് ഭാര്യയ്ക്കും അവളുടെ ഭർത്താവ് അവളുടേത് മാത്രമായിരിക്കണം. ഒരു നൂലടിക്ക് പോലും ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു സ്ത്രീ കടന്നു വരുന്നത് താങ്ങാൻ പറ്റില്ല. താലി കെട്ടുന്ന നിമിഷം മുതൽ ഭർത്താവ് അവളെ സംബന്ധിച്ച് അവളുടെ ലോകമാണ് ആദ്യേട്ടാ. 100 പവൻ സ്വർണം കളവ് പോയാലും അവളത് സഹിക്കും. പക്ഷെ അവരുടെ കഴുത്തിലെ 1-2 ഗ്രാം തൂക്കമുള്ള താലി നഷ്ടപ്പെടട്ടെ, അവളുടെ ഊണും ഉറക്കവും അതോടെ തീർന്നു ആദ്യേട്ടാ. അത് കണ്ടെടുക്കുന്നത് വരെ അവൻ മരിച്ചതിന് തുല്യ. അവളുടെ ഭർത്താവ് നഷ്ടപ്പെട്ടതിന് തുല്യമാണ് അവൾക്കത്. നീ എന്തിനാ അമൃതേ ഇതൊക്കെ ഇപ്പൊ പറയുന്നത്? എന്റെ താലി എന്റെ കഴുത്തിൽ നിന്ന് മാഞ്ഞു പോവാൻ പോവാണോന്ന് ഒരു പേടി. ഇതൊക്കെ നീ സ്വയം ഉണ്ടാക്കുന്ന പേടിയാ. അല്ല ആദ്യേട്ടാ, അറിയാം ഒന്നും ഞാനായിട്ടുണ്ടാക്കുന്നതല്ലെന്ന്. ഞാനവിടെ ഓഫീസിൽ വെച്ച് കണ്ടത് അവളെ തന്നെയാ, എനിക്ക് ഉറപ്പാ. ആദ്യേട്ടാ, എന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. എന്റെ കണ്ണുകളിൽ നോക്ക്. എന്നിട്ട് സത്യം പറ. ക്ഷമിക്കാവുന്നതാണെങ്കിൽ ഞാൻ ക്ഷമിക്കും. എന്തെങ്കിലും പോംവഴി കണ്ടുപിടിക്കേണ്ടതുണ്ടെങ്കിൽ അതും ചെയ്യാം. എനിക്ക് ജീവിതം വിട്ടുകളയാൻ വയ്യ ആദ്യേട്ടാ, അതുകൊണ്ട് എന്റെ മുഖത്ത് നോക്കി പറ ആദ്യേട്ടാ, ആരാ അവള്? ആദ്യേട്ടാ, ഇനി ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ നടക്കുന്ന ആരെങ്കിലും ആണോ? അല്ല, ഇപ്പോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആരാ അവളെന്ന് പറ ആദ്യേട്ടാ. എന്റെ മുഖത്ത് നോക്കി ഇമ്മ വെട്ടാതെ പറയണം. ആദ്യേട്ടന്റെ കണ്ണുകളിൽ നോക്കുമ്പോ എനിക്കത് അറിയാൻ പറ്റും, പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന്. ഞാൻ നിന്നെ വഞ്ചിച്ചിട്ടില്ല, എല്ലാം നിന്റെ തോന്നല. അങ്ങനെ പറയല്ലേ ആദ്യേട്ടാ, പ്ലീസ്. കാര്യങ്ങൾ സത്യമായിട്ട് പറ. അന്ന് വീട്ടിൽ വന്ന ഒരു പെണ്ണിനെ കുറിച്ച് അരുണുമായിട്ട് വഴക്കുണ്ടായില്ലേ? അവളെ ആശുപത്രിയിൽ വെച്ചും കണ്ടു, ഓഫീസിൽ വെച്ചും കണ്ടു. ആരാ അവള്? പറ. എന്റെ മുഖത്ത് നോക്കി പറ. ക്ഷമിക്കാവുന്നതാണെങ്കിൽ ഞാൻ ക്ഷമിക്കാം. അങ്ങനൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എങ്ങനൊന്നും ഇല്ലെന്ന്? ഏട്ടാ, വീണ്ടും എന്റെ മുഖത്ത് നോക്കി പച്ചക്കള്ളം പറയരുത്. ഞാൻ നിന്നോട് ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. എങ്കിൽ പിന്നെ ഇന്ന് ഓഫീസിൽ വന്ന പെണ്ണാരാ? ഓഫീസിന്റെ അവിടെ കണ്ട പെണ്ണോ? ഏത് പെണ്ണാണെന്ന് പറ, എനിക്കറിയില്ല. ഏത് പെണ്ണാണെന്ന് അറിയില്ല നിങ്ങൾക്ക്? എനിക്കറിയില്ല. അറിയില്ല നിങ്ങൾക്ക്? എടീ,
പറ, അറിയില്ല നിനക്ക്? അറിയില്ല. എന്തുകൊണ്ട് അറിയില്ല? എനിക്ക് അറിയത്തില്ലെന്ന്. കുറെ നാളായി ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട്. അമൃതേ. അച്ഛ അമ്മേ വഴക്കുണ്ടാക്കല്ലേ. അമ്മേ വേണ്ട, അച്ഛനൊന്നും ചെയ്യല്ലേ. ഏയ്, ഏയ്, അമൃത. അമ്മേ എടീ, അച്ഛ വേണ്ട, അമ്മയൊന്നും ചെയ്യല്ലേ. കുറെ നാളായി ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് അറിഞ്ഞേ പറ്റൂ. എനിക്ക് അറിയില്ല. എത്ര നാളായിട്ട് ഞാൻ സഹിക്കുന്നു. എനിക്ക് അറിയണം, അറിയണം, അറിയണമെന്ന്. ആദ്യേട്ടാ, എനിക്കറിയില്ല. എവിടെ പോയില്ല അവള് വരുന്നുണ്ട്. നിങ്ങൾ അറിയാതെ അവള് വരില്ല. അവൾ ആരാണ് പറ. അവൾ ഓഫീസിൽ വരുന്നുണ്ട്, വീട്ടിൽ വരുന്നുണ്ട്. എവിടെ പോയില്ല അവിടെ ഒക്കെ കാണും. പറയാൻ. നിങ്ങൾ പറ, പറ ആദ്യേട്ടാ. ഒന്ന് പറയാൻ. ആരാണ്? എന്താ 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 ഏട്ടാ? എടുത്തി എന്താ കാര്യം? എന്താ ഏട്ടനോട് ചോദിച്ചാ മതി, എന്നോടല്ല. മടുത്തു എനിക്ക്. എന്താ ഏട്ടാ കാര്യം? ഒന്നുമില്ലടാ, നിങ്ങൾ വയ്ക്കൂ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് നാണമില്ലേ കുഞ്ഞിന്റെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ അടികൂടാൻ? ഇത് നാട്ടുകാർ മുഴുവൻ അറിയും. ഓ, അത് ശരി. അന്ന് ഇതേ കാര്യത്തിലല്ലേ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കിയത്? അമ്മ ഹോസ്പിറ്റലിലായത്. എന്തൊക്കെയാട്ടാ ഇത്? ഏട്ടന്മാരെ തമ്മിൽ വഴക്ക് കൂടിയെന്നോ? അങ്ങനെയാണോ അമ്മ ആശുപത്രിയിലായത്? ഇനിയിപ്പോ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതൊന്നും ഓർമ്മിക്കണ്ട. എടുത്തി, ആ അശ്വതിയുടെ കാര്യമാണോ പറയുന്നത്? എടുത്തി, അത് ഞാൻ അന്വേഷിച്ച് കാര്യങ്ങൾ പറഞ്ഞതല്ലേ. എടുത്തി, ഇനി അതിലൊന്നും സംശയിക്കണ്ട, അത് വിട്ടേക്ക്, അതെല്ലാം കഴിഞ്ഞു. ഞാനും ഒന്ന് തെറ്റിദ്ധരിച്ചതാ. അന്ന് അച്ഛന്റെ മുമ്പിൽ കാര്യങ്ങൾ സംസാരിച്ച് തീർക്കുകയും ചെയ്തു. നിങ്ങൾക്കൊക്കെ തീർന്നു. ഇത് പക്ഷേ എന്റെ ജീവിത. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ഒത്തുതീർപ്പും പറ്റില്ല. ആഹാ, നീ ഇവിടെ പാട്ടും കേട്ടിരുന്നോ? നീ ഈ വീട്ടിലുണ്ടായിട്ട് ഇവിടെ നടക്കുന്ന വല്ല അറിയുന്നുണ്ടോ? അല്ല, ഈ വീട്ടിൽ എന്ത് നടന്നെന്ന്? ഓ എന്റെ ശിവനെ, അമൃതമോളും ആദിമോനും കൂടെ അവിടെ കൂന്താലിയും കോടാലിയും എടുത്തോണ്ട് നിക്കുക. ഓ, ആട്ടിച്ചവിട്ട് ആകെ ബഹളം. ഞാൻ പോയി നോക്കിയിട്ടാ വരുന്നേ. അവിടെ അഖിലും അരുണും ഒക്കെ സമാധാന കമ്മിറ്റിയായിട്ട് നിപ്പുണ്ട്. മോളും കൂടി അങ്ങോട്ട് ചെന്ന് കാണ്. കാര്യങ്ങള് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നടന്നു. ഓഫീസിൽ പോകുന്ന സമയത്തേ ഞാനുമായിട്ട് അവളൊന്ന് ഉടക്കിയതാ. എന്തായാലും അവളെ കൊണ്ടുള്ള ഭീഷണി ഇങ്ങനെ തീരണം. പിന്നെ ആ ശ്യാമ, അവളെ ഞാൻ നോക്കിക്കോളാം. ഉഫ്, എന്നാലും പെട്ടെന്നൊന്ന് ചെന്ന് ആ തല്ലൊന്ന് കാണുമോളെ. ചെല്. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങള് അല്ലേ? എടതി, ശ്യാം ഒരു കാര്യം പറയുമ്പോ അത് കൃത്യമായിട്ട് അന്വേഷിച്ച് തന്നെ ആയിരിക്കും. എന്തായാലും എടതി സമാധാനായിട്ടിരിക്കെ. ഞാനും അറിഞ്ഞേട്ടനും വാക്ക് പറയുന്നു, കുറച്ച് ദിവസങ്ങൾക്കകം കാര്യങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ വിവരം പറയാം. അതുവരെ നിങ്ങൾക്കിടയിൽ ബഹളമൊന്നും ഉണ്ടാവില്ലെന്ന് ഞങ്ങൾക്ക് വാക്ക് തരണം. ഞാൻ വാക്ക് തരുന്നു. ഞാനും വാക്ക് തരുന്നു. ആ ഐശ്വര്യ എടുത്തി. അല്ല, എന്താ എടുത്തി. എന്താ ഇവിടെ? അമൃതയുടെ ശബ്ദം കേട്ടല്ലോ. ആദ്യേട്ടനുമായിട്ട് വല്ല തർക്കോ വഴക്കോ ഉണ്ടായോ? തർക്കോ? ഞങ്ങൾ തമ്മിലോ? ദേ, ഞങ്ങൾ തമ്മിലേ ഇങ്ങനെയാ അല്ലേ? അതെ. അത് ഞങ്ങള് കമ്പനി കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാ അല്ലടാക്കി. അനുക്കുട്ടി, ഒന്നുമില്ല കേട്ടോ. അപ്പോ എഴുതി കേട്ടോ. ഗുഡ് നൈറ്റ്. മോളെ, അടി ഇപ്പോഴും നടക്കുവാണോ? തല്ലു കിട്ടേണ്ടത് അപ്പച്ചിക്കോ? ശരി ഏട്ടാ, ഗുഡ് നൈറ്റ്.
ശ്യാമേ, ആരാ ഈ അശ്വതി? എന്താ സംഭവം? എന്താ ഇവിടെ നടക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഒക്കെ അമൃതേടത്തിയുടെ സംശയം തന്നെ ആകാന്നാ. കുറേ ദിവസം ഈ പ്രശ്നം തുടങ്ങിയിട്ട്. ഞാൻ അശ്വതിയെ കണ്ടിരുന്നു. ആ കുട്ടിയോട് സംസാരിച്ചതിൽ നിന്നും സംശയിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അകെ, നമുക്ക് ഈ കാര്യത്തിലൊന്നും ഇടപെടണം. നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ടാ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ശ്യാമേ, എവിടെ ആ കുട്ടിയുടെ വീട്? അയ്യോ, അതൊന്നും എനിക്കറിയില്ല. ആ കുട്ടിയുടെ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫോട്ടോ ഒന്നുമില്ല. അമൃതേടത്തേക്കാളും പ്രായക്കുറവുണ്ടെന്ന് തോന്നുന്നു. അല്ല, ആദ്യേട്ടനുമായിട്ട് ആ കുട്ടിക്ക് എന്താ ബന്ധം? അതില് ശ്യാമയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? ഇല്ല അരുണേട്ടാ. അമൃതേടത്തിയുടെ വിഷമം കണ്ട ഞാൻ ആ കുട്ടിയെ പിന്തുടർന്നു പോയത്. ആദ്യേട്ടനുമായിട്ട് ഒരു ബന്ധമില്ലെന്നാ പറഞ്ഞത്. ഇനി ആദ്യേട്ടനും ആ കുട്ടിയും കൂടി നമ്മളെയൊക്കെ പറ്റിക്കുകയാണോ? ഏയ്, എനിക്കങ്ങനെയൊന്നും. ഐശ്വര്യടുത്ത് എന്താ എന്നെ കണ്ടെല്ലാരും സംസാരം നിർത്തിയത്? ആര് സംസാരം നിർത്തി? ആര് നിർത്തിയെന്നോ അറിയില്ല അല്ലേ? നേരത്തെ അവിടെ അമൃതേടത്തിയുടെ റൂമിൽ വന്നപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു. എന്നെ കണ്ടതും സ്വിച്ച് ഇട്ട പോലെ സംസാരം അങ്ങ് നിർത്തി. മൂന്നാമതൊരാള് വരുമ്പോ സംസാരം നിർത്താന്ന് വെച്ചാലേ അയാള് കേൾക്കാൻ പാടില്ലാത്ത എന്തോ ഒരു രഹസ്യം പറയാണെന്ന അർത്ഥം. ഞാൻ നിങ്ങളൊക്കെ വാച്ച് ചെയ്യായിരുന്നു. നീ താഴേക്ക് പോയി. ഇതിൽ നിന്ന് തന്നെ അറിയാം എല്ലാവരുടെയും മനസ്സിലിരിപ്പ്. രഹസ്യമൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്നെ കൂടെ ഇവിടെ നിർത്താലോ. ഇനി ഒരു കാര്യം കൂടി പറയാം. അമൃതേടത്തിയും ആദിയേട്ടനും തമ്മില് പൊരിഞ്ഞാടി നടന്ന കാര്യം ഞാൻ അറിഞ്ഞു. അപ്പച്ചി എന്നോടെല്ലാം പറഞ്ഞു. ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ ചിലപ്പോ തർക്കവും വഴക്കൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ലാന്ന് അമൃതേടത്തി എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? എനിക്ക് എല്ലാം അറിയാം. അവരുടെ വഴക്കിന് പുറകിലുള്ള രഹസ്യവും അറിയാം. അവളാ ആ കുട്ടി. ആ കുട്ടിക്ക് ഒരു കുട്ടിയുണ്ട്, ശ്രീകുട്ടി. നിങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവരെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. മായ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? വർമ്മയുടെ കമ്പനിയിൽ ഒരു പുതിയ ചെയർപേഴ്സൺ വരുന്നു. ചെയർപേഴ്സണോ? അതെ. ആനന്ദവർമ്മയുടെ 3 മരുമക്കളിൽ ഒരാളായിരിക്കും ആ ചെയർപേഴ്സൺ. അത് ഒരു മത്സരത്തിലൂടെ ആയിരിക്കും വർമ്മ ആളെ തിരഞ്ഞെടുക്കുന്നത്. മത്സരമോ? അതെ. 3 മരുമക്കളുടെയും കഴിവ് തെളിയിക്കാനുള്ള മത്സരം. അതെന്തോ ആവട്ടെ, എന്ത് മത്സരം വേണമെങ്കിലും അയാൾ നടത്തിക്കോട്ടെ. നമുക്ക് അവിടെ ചെയർപേഴ്സണായി കിട്ടേണ്ടത് ആരെയാണെന്ന് അറിയാവല്ലോ. ആ വീതുളിയായിരിക്കും അല്ലേ? യെസ്. കാളകൂട വിഷമെന്നും അവക്കൊരു ഇരട്ടപ്പേരുണ്ടല്ലോ.